അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ്. മൂകാംബിക ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്ന അമ്പലമാണ്. ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെന്നും അവിടെ പോയിട്ട് എഴുത്തിനിരിക്കണമെന്നും ആയിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. ഫാമിലി ആയിട്ടെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനമ്മയും അനിയനും, ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മയും ചേച്ചിയും ഹസ്ബൻഡും മക്കളടക്കം ഞങ്ങൾ 12 പേരായിട്ടാണ് പോയിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറും 400 രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് ലാവിഷായിട്ട് റൂം എടുത്ത് താമസിക്കാനും അതുപോലെ തന്നെ റോഡ് വരെ നീണ്ടു നിൽക്കുന്ന ക്യൂ എങ്ങനെ എളുപ്പത്തിൽ തൊഴുതിറങ്ങാമെന്നും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. രാത്രി 10:15 ഞങ്ങളുടെ ട്രെയിൻ. അമ്മ വൈകിട്ട് തന്നെ തൃശ്ശൂരിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം 8:30 സ്റ്റേഷനിലേക്ക് ഇറങ്ങി. ശ്രീകുട്ടിയോടും വീട്ടുകാരോടും ഞങ്ങളുടെ തൃശ്ശൂരിലെ കടയുടെ അവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അമ്മ അവിടുന്ന് അവരുടെ കൂടെയും ഞാനും അച്ഛനും കൂടെ സ്കൂട്ടറിലുമാണ് സ്റ്റേഷനിലേക്ക് പോയത്. സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ 2 ദിവസത്തേക്ക് 60 രൂപയും കാറിന് 300 രൂപയുമാണ് പാർക്കിംഗ് ചാർജായിട്ട് വന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സ്റ്റേഷൻ്റെ വിവിധ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ട് ഫ്ലൈ ഓവർ സംവിധാനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ്. ഏകദേശം 9:30 ഞങ്ങളെ പ്ലാറ്റ്ഫോമിലെത്തി. എല്ലാവരും ട്രെയിൻ വന്നിട്ട് വേണം കയറി കിടന്നുറങ്ങാൻ എന്നും വിചാരിച്ചുള്ള ഇരിപ്പിലാണ്. ഏകദേശം 5:00 കൂടി ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരും ഷൊർണൂർ സ്റ്റേഷനിൽ നിന്നും കയറിയിരുന്നു. ട്രെയിനകത്ത് എല്ലാവരും ഉറക്കമായതിനാൽ ആ സമയത്ത് വീഡിയോസൊന്നും എടുത്തിരുന്നില്ല. രാവിലെ തന്നെ ഭയങ്കര മഞ്ഞും മനോഹരമായ കാഴ്ചകൾ കണ്ടുള്ള യാത്രയാണ്. ഭൂപ്രകൃതി കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ കർണാടകയിലാണ് യാത്ര ചെയ്യുന്നതെന്ന് തോന്നുകയില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെയൊക്കെ തന്നെയാണ്. ഇവിടുത്തെ കുടുംബക്ഷേത്രങ്ങളിലേതുപോലെ ഉള്ളതാണെന്ന് തോന്നുന്നു. ചുറ്റും പച്ചപ്പുല്ലും അതിന് നടുക്കായി ഇൻ്റർലോക്ക് വിരിച്ച മുറ്റമോട് കൂടിയ ഒരു ക്ഷേത്രം. സമീപത്തായി ആൾമറയോട് കൂടിയ കിണറും ഒരു ആമ്പൽക്കുളവും ഒക്കെ ഉണ്ട്. ഒന്നുകൂടെ വൈഡായി ഷൂട്ട് ചെയ്യാനായി ഞാൻ ക്യാമറയും കൈയും പുറത്തേക്കിട്ടപ്പോഴാണ് അജിയേട്ടൻ്റെ വാണിംഗ് വന്നത്. മനു, പിള്ളേർ വടികൊണ്ട് കൈക്കടിച്ച് ഫോൺ എടുത്തുകൊണ്ട് പോണ വീഡിയോ നീ കണ്ടിട്ടില്ലേന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈഡാക്കാൻ നിൽക്കാതെ കൈ ഞാൻ അകത്തേക്കിട്ടു. 7 മണിക്ക് ട്രെയിൻ ബൈന്ദൂർ സ്റ്റേഷനിൽ എത്തി. ഏകദേശം 75% ആളുകളും അവിടെ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അതിന് മാത്രം വികസനമൊന്നും സ്റ്റേഷന് ഉള്ളതായി തോന്നുന്നില്ല. സ്റ്റേഷന് പുറത്തായി നിരവധി ടാക്സികൾ പാർക്ക് ചെയ്തിരുന്നു. കൂടുതലും ഒമിനിയാണ്. ഞങ്ങൾക്കെല്ലാം പോകണമെങ്കിൽ 2 ഒമിനി വിളിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 1200 രൂപ വാടക പറഞ്ഞ ടവേറയിലാണ് ഞങ്ങളുടെ യാത്ര. റിട്ടേണും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വാടക ഒരുമിച്ച് മതിയെന്ന് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. ഞങ്ങളുടെ ആരുടെയും നമ്പർ പോലും വാങ്ങാതെ ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് ഞങ്ങളെ ഞെട്ടിച്ചു. കർണാടക സർക്കാരിൻ്റെ ലളിതാംബിക ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഇവിടെ AC റൂമിന് 800 രൂപയും നോൺ AC-ക്ക് 400 രൂപയും മാത്രമാണ് ചാർജ് വരുന്നത്. ഏകദേശം 600 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള റൂമുകളാണ് വെറും 400 രൂപയ്ക്ക് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമിലാണെങ്കിൽ ഒരു സ്ലാബിന് മുകളിലായാണ് ബക്കറ്റും കപ്പും ഒക്കെ വെച്ചിരിക്കുന്നത്. സോറി, ബക്കറ്റല്ല, നമ്മുടെ ഇവിടെയുള്ള ബിരിയാണി ചെമ്പ് പോലുള്ള ഒന്നാണ് അവിടുത്തെ ബക്കറ്റ്. ഇതാണ് AC റൂം. ഇതിന് 800 രൂപയാണ് ചാർജ് വരുന്നത്. സാധാരണ വീക്കെൻഡിൽ പ്രൈവറ്റ് ഹോട്ടലിലെ റേറ്റ് 2500 മുതൽ 3000 രൂപ വരെയൊക്കെ വരാറുണ്ട്. ഇത് റൂമിൻ്റെ ബാൽക്കണി വ്യൂ ആണ്. ലെഫ്റ്റിൽ കാണുന്നത് ഗസ്റ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിലേക്കുള്ള വഴിയുമാണ്. ഇതിലെ പോയി നേരെ വലതുഭാഗത്തേക്ക് നടന്നാൽ അമ്പലവും എത്തും. വളരെ വിശാലമായ പാർക്കിംഗ് സ്പേസാണ് ഗസ്റ്റ് ഹൗസിലുള്ളത്. ഈ റൂം ബുക്ക് ചെയ്യുന്നതിനായി ക്രോമിൽ കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ വരുന്ന പേജിൽ നിന്നും ഫസ്റ്റത്തെ ഐക്കൺ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും. ഒഫീഷ്യൽ സൈറ്റിലെ അവരുടെ ലാംഗ്വേജായ കന്നഡയിലാണ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുക. അത് ചേഞ്ച് ചെയ്യുന്നതിനായി ഏറ്റവും ടോപ്പിലുള്ള മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4-മതായി കാണുന്ന ഐക്കൺ സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്യാനും പിന്നീട് വരുന്ന പേജിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. അതിൽ നിന്നും നമ്മുടെ ടെമ്പിളായ ശ്രീ മൂകാംബിക ടെമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജ് തുറന്നു വരും. റൂം ബുക്ക് ചെയ്യാനായിട്ടുള്ള പേജ് വരും. അതിൽ നിന്നും നമ്മുടെ ഡീറ്റെയിൽസായ എത്ര പേരാണ് പോകുന്നത്, ഏത് ടൈപ്പ് റൂമാണ് വേണ്ടത്, കുട്ടികൾ എത്രയുണ്ട് എന്നെല്ലാം ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് അവർ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി പറയും. ഒരാൾക്ക് ഒരു റൂം മാത്രമാണ് ലഭിക്കുക. പിന്നീട് ഒരു റൂം കൂടി വേണമെങ്കിൽ വേറൊരു മൊബൈൽ നമ്പറിൽ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും. ഒരു റൂമിൽ 2 അഡൽറ്റിനും 1 ചൈൽഡിനുമാണ് സ്റ്റേ ചെയ്യാൻ സാധിക്കുക. ചൈൽഡ് എന്ന് പറഞ്ഞാൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളെല്ലാം ചൈൽഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. ലോഡ്ജിൻ്റെ എൻട്രൻസിനോട് ചേർന്ന് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഒരു വടക്ക് 25, കോഫിക്ക് 20, നെയ്റോസ്റ്റിന് 60 എന്നിങ്ങനെയാണ് ചാർജ്. നെയ്റോസ്റ്റൊക്കെ നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ പകുതിയേ ഉള്ളൂ. എന്നാലും മോശമില്ലാത്ത ഫുഡായിരുന്നു.
ഏകദേശം 10:15 എല്ലാവരും ഫ്രഷപ്പായി ഭക്ഷണമൊക്കെ കഴിച്ച് തൊഴുകാനായി ഇറങ്ങി. ക്യൂ ഏകദേശം റോഡ് വരെ എത്തിയിരുന്നു. ക്യൂ ഒക്കെ നിന്ന് ചുറ്റമ്പലത്തിലേക്ക് കടന്നപ്പോൾ പിന്നെ അവിടെ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നാലമ്പലത്തിലേക്ക് കടക്കാനായിട്ടുള്ള ക്യൂ സിസ്റ്റം കുറച്ച് മാറിയായിരുന്നു. അവിടെ കയ്യൂക്കുള്ളവർക്കു കയറി പോകുന്ന സ്ഥിതിയായിരുന്നു. ഞങ്ങളുടെ ഏകദേശം 3 മണിക്കൂറോളം ആ പൊരി വെയിലത്ത് ക്യൂ നിന്ന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത കുടജാദ്രി യാത്രയും നടന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ മൂകാംബികയിലേക്ക് പോകുന്നത്, ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരുപാട് ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റമ്പലത്തിലേക്ക് കടന്ന ഉടനെ റൈറ്റ് സൈഡിലായിട്ട് ഈസി ആയിട്ട് അകത്ത് കടക്കാൻ വേണ്ടി സ്പെഷ്യൽ ദർശനവും ഡയറക്റ്റ് ദർശനവും ഒക്കെ ഉണ്ട്. സ്പെഷ്യൽ ദർശനത്തിന് ഒരാൾക്ക് 100 രൂപയും ഡയറക്റ്റ് ദർശനത്തിന് 250 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരത്തുനിന്ന് കുറേ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാവും കൂടുതൽ ഉചിതം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത പോലെ കുടജാദ്രിയിലേക്കും ഒക്കെ പോകാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ ക്യൂ സിസ്റ്റം റോഡിൽ നിന്ന് തുടങ്ങുമ്പോൾ അവിടെ എവിടെയും ഈ സ്പെഷ്യൽ ദർശനത്തിൻ്റെ കാര്യമൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 3.5 മണിക്കൂറോളം ക്യൂ നിന്ന് ഏകദേശം തൊഴുകാൻ കയറുമ്പോഴാണ് ഇത് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കുണ്ടായ ഈ ഒരു അനുഭവം വേറെ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലെ തുറക്കുന്ന നട ഉച്ചയ്ക്ക് 1:30 അടയ്ക്കുക. അതിനുള്ളിൽ ദർശനം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ നിൽക്കുമ്പോഴാണ് ദേവിയെ പല്ലക്കിലും തേരിലും ഒക്കെയായി എഴുന്നള്ളിക്കുന്നത് കാണാൻ സാധിച്ചു. എന്നാലും 1:25 ഞങ്ങൾക്ക് ദർശനം കിട്ടി. തൊഴുതിറങ്ങിയതും അവിടെ തന്നെ ഈ ബോർഡ് കണ്ടു. 3 മണിക്കൂറോളം പൊരി വെയിലത്ത് ക്യൂ നിന്ന് ക്ഷീണിച്ച് ഞങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു അവിടുത്തെ കാഴ്ച. ഡൈനിങ് ഹാളിലേക്ക് ക്യൂ നിൽക്കാതെ തന്നെ പോകാനായി കംപ്ലീറ്റായി ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് AC ഹാളും. ഇവിടുത്തെ വിളമ്പൽ നമ്മുടേതിന് നേരെ വിപരീതമാണ്. അതായത് ആദ്യം ചോറിന് രസം, പിന്നെയാണ് സാമ്പാർ വരുന്നത്. ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മസാലക്കറി, ചോറ്, രസം, രണ്ടാം ചോറ്, സാമ്പാർ, പായസം, ഏറ്റവും അവസാനം മോര്, അങ്ങനെയാണ് ഓർഡർ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം നടപ്പന്തലിൽ വിശ്രമിച്ചു. ശേഷം ഗോപുരത്തിന് മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനായി പോയി. പൊരി വെയിലും ഭക്തജനക്കും കാരണം നല്ല ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുമ്പോൾ വൈകിട്ട് 3 മണി കഴിഞ്ഞിരുന്നു. കുടജാദ്രിയിൽ പോയി വരാൻ ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ വേണം. രാവിലത്തെ നീണ്ട ക്യൂ കാരണം ഇനി പോകാനുള്ള സമയവുമില്ല, ആവതും ഇല്ലായിരുന്നു. വൈകിട്ട് ഫ്രഷപ്പായി 7 മണിയോടെ ദേവിയെ കാണാൻ വീണ്ടും ഇറങ്ങി. രാവിലത്തേതിന് വിപരീതമായി എങ്ങും തിരക്ക് കാണാനില്ലായിരുന്നു. കുട്ടികളെ എഴുത്തിനിരുത്തലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പക്ഷേ രാവിലെ നട തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമേ അതുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആശ്വാസത്തിനായി സരസ്വതി മണ്ഡപത്തിൽ താഴെ ഇരുന്ന് എല്ലാവരും ഹരിശ്രീ എഴുതി. ശേഷം അവിടുത്തെ പ്രധാന വഴിപാടായ കുങ്കുമാർച്ചനയും ലഡ്ഡു നിവേദ്യവും പഞ്ചാമൃതവും ത്രിമധുരവും എല്ലാം വാങ്ങി. ലഡ്ഡു ഒരെണ്ണത്തിന് 25 രൂപ, കുങ്കുമാർച്ചന 50 രൂപ, ത്രിമധുരം 50, പഞ്ചാമൃതം 100 എന്നിങ്ങനെയാണ് നിരക്കുകൾ. വൈകുന്നേരം 8 മുതൽ 9:30 വരെയും ക്ഷേത്രത്തിൽ പ്രസാദോട്ടുണ്ടായിരുന്നു. ഇത്തവണ ബൊഫേ സിസ്റ്റമാണ്. വിഭവങ്ങൾ രാവിലത്തത് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് നിലത്തിരുന്ന് കഴിച്ചത് പുതിയൊരു അനുഭവമായിരുന്നു. ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് റൂമിലേക്ക് പോകാമെന്ന് കരുതി പടിഞ്ഞാറ് ഗോപുരം വഴി പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടതാണിത്, ഒരു ഭീമാകാരമായ തേര്. ഉച്ചയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റാത്തതിലെ പരാതി എന്തായാലും വൈകുന്നേരം ദേവി തീർത്തു തന്നിട്ടുണ്ട്. മതിയാവോളം ഫോട്ടോസ് എടുത്തു. വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ കൊടും തണുപ്പും ചുറ്റും ജ്വലിച്ചു നിൽക്കുന്ന നിലവിളക്കുകളും വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് തരുന്നത്. എല്ലാവരും കൂടി വള, ക്ലിപ്പ്, മാല, മോതിരം, കീച്ചെയിൻ, കുട്ടികൾക്ക് സ്ലേറ്റ്, അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. എല്ലാ കളിപ്പാട്ടവും കൂടി ഒന്നിച്ച് കൈക്കലാക്കാനുള്ള തിരക്കിലായിരുന്നു കുഞ്ഞൻ. രാത്രി 9:45 കൂടി റൂമിലെത്തി. പുലർച്ചെ 1:45 റിട്ടേൺ ട്രെയിൻ. 12 മണിക്കാണ് വണ്ടി വരാൻ പറഞ്ഞിരിക്കുന്നത്. മൂകാംബികയിൽ നിന്നും ഹൈവേ വരെയുള്ള ഏകദേശം 20 കിലോമീറ്ററോളം ദൂരം സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പുലർച്ചെ 1 മണിയോടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞങ്ങൾ വന്ന വണ്ടിയിലെ ഡ്രൈവർ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ടിക്കറ്റ് AC എക്കണോമിയിലാണ് എടുത്തിട്ടുള്ളത്. തൃശ്ശൂരിലേക്ക് 790 രൂപയാണ് ചാർജ് വരുന്നത്. ട്രെയിൻ ഇറങ്ങാൻ ഏകദേശം 10 മണിയാകുന്നത് കൊണ്ട് തന്നെ ആർക്കെങ്കിലും ടോയ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ സ്ലീപ്പറിലേതിനേക്കാൾ വൃത്തിയുള്ളതാകുമെന്ന് കരുതിയാണ് AC ടിക്കറ്റ് എടുത്തത്. അതുമാത്രമല്ല കുറച്ചുകൂടെ കംഫർട്ടുള്ള ബെർത്തുകളുമായിരിക്കും. കൂടെ പില്ലോയും ബ്ലാങ്കറ്റും ഒക്കെ കിട്ടുമല്ലോ. ഇത് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഹോട്ടലാണ്. ഇനി രാത്രിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്ത് മൂകാംബികയിലേക്ക് രാവിലെ പോകാവുന്നതാണ്. കേരളത്തിൽ നിന്നും വരുമ്പോൾ ബൈന്ദൂർ സ്റ്റേഷൻ കഴിഞ്ഞ് ഏകദേശം 30 കിലോമീറ്റർ കഴിഞ്ഞാണ് മുരുഡേശ്വർ എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്ന മഹാശിവൻ്റെ ശിലയെല്ലാം അവിടുത്തെ കാഴ്ചയാണ്. നല്ല ആരോഗ്യത്തോടു കൂടി ഉള്ളവരാണെങ്കിൽ ഈ 3 സ്ഥലവും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നേരെ മുരുഡേശ്വർ പോയി ഇറങ്ങി ഫ്രഷപ്പായി അവിടെ തൊഴുത് ഉച്ചയാകുമ്പോഴേക്കും മൂകാംബികയിലെത്തിയാൽ ഉച്ചയ്ക്ക് കുടജാദ്രിയും കയറി വൈകിട്ട് ക്ഷേത്ര ദർശനവും നടത്താവുന്നതേ ഉള്ളൂ. 1:45 വരേണ്ട ട്രെയിൻ എത്തിയപ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. എല്ലാവരും യാത്രാക്ഷീണം കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞൻ രാവിലെ 8 മണിക്ക് തന്നെ ആക്റ്റീവ് മോഡായിരുന്നു.
കഴിഞ്ഞ വർഷം, അതായത് കുഞ്ഞന് 2 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് 2 ദിവസം കണ്ടിന്യൂസ് ആയി ട്രെയിനിൽ യാത്ര ചെയ്തത്. അന്നത്തെ അവൻ്റെ കുറുമ്പിൽ നിന്നും ഒരു തരി പോലും കുറവ് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരു യാത്ര കൂടിയായിരുന്നു ഇത്. ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ ഇനി എങ്ങോട്ടും കൊണ്ടുപോകില്ല എന്ന് എത്ര തവണ പറഞ്ഞുവെന്ന് ഒരു കണക്കുമില്ല. അമ്മയും ചേച്ചിയും അളിയനും ശ്രീയും പിള്ളേർ സെറ്റുമെല്ലാം ഷൊർണൂർ സ്റ്റേഷനിൽ ഇറങ്ങി യാത്ര പറഞ്ഞു പോയി. ഒടുവിൽ അവർ ദൂരേക്ക് നടന്നു നീങ്ങുന്നത് ട്രെയിനിൻ്റെ മങ്ങിയ ജനൽ ചില്ലിനുള്ളിലൂടെ നോക്കി കാണുമ്പോഴാണ് ഈ യാത്ര എത്രത്തോളം മനോഹരമായിരുന്നുവെന്ന് മനസ്സിലാവുന്നത്. ഓരോ യാത്രയുടെയും മൂല്യം മനസ്സിലാവുന്നത് അത് അവസാനിക്കുന്ന ആ ഒരു നിമിഷത്തിലാണ്.